ഏതായാലും LDF-നും ആശങ്കയുണ്ട് ഈ മുന്നണി മാറ്റ ചർച്ചകളിൽ. ഇതിൽ കാര്യമുണ്ട് ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിൽ എന്നാണ് നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നത്. ജോസ് കെ മാണി UDF-ലേക്ക് പോയാൽ റോഷി അഗസ്റ്റിനെ അടർത്തിയെടുത്ത് പാർട്ടിയെ പിളർത്താനുള്ള ശ്രമം ഏതായാലും LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. TV പ്രസാദാണ് ചെയ്തത്. പ്രസാദ്, ഇപ്പോൾ തന്നെ ഈ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാകുമ്പോൾ രണ്ട് തട്ടിലായിരിക്കുന്നു കേരള കോൺഗ്രസ് എം. ഏതായാലും LDF-ൽ തുടരുന്ന റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകളെ കൂടെ നിർത്തുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക LDF ക്യാമ്പല്ലേ? ഉറപ്പായും ഇന്നലത്തെ മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ LDF-ന്റെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ പരിപാടിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള CPIM നേതാക്കൾ ഏതാണ്ട് ഇക്കാര്യം ഉറപ്പിച്ചിരുന്നു. കാരണം പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ജോസ് കെ മാണി ആ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത്. മാത്രവുമല്ല, നേരത്തെയുള്ള പ്രധാനപ്പെട്ട LDF യോഗങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. ഇങ്ങനൊരു ചർച്ചയും വളരെ സജീവമായിരുന്നു. നേരത്തെ വന്യജീവി ആക്രമണം അതിരൂക്ഷമായ സമയത്ത് മുഖ്യമന്ത്രിയെ കണ്ട് പ്രത്യേകം കത്ത് കൊടുക്കുന്നൊരു സാഹചര്യമുണ്ടായി ജോസ് കെ മാണി. അന്ന് പറഞ്ഞത് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഇതിനൊരു പരിഹാരം കാണണമെന്നായിരുന്നു. അങ്ങനെ മുന്നണി വിടാനുള്ളൊരു നീക്കം ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ജോസ് കെ മാണിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്ന സർക്കാരിനെയാണ് അന്ന് കണ്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും നിയമസഭാ സമ്മേളനമാവുന്ന സമയത്ത് ഈ ചർച്ച ഗംഭീരമായി നടക്കുകയാണ് ഒരു ഭാഗത്ത്. എന്തായാലും UDF ക്യാമ്പ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ LDF ക്യാമ്പ് ഉറപ്പിക്കുന്നുമുണ്ട് ജോസ് കെ മാണി പോകുമെന്ന കാര്യത്തിൽ. അതോടൊപ്പം തന്നെ മന്ത്രിയായ റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ N ജയരാജും പ്രമോദ് നാരായണനും ഉൾപ്പെടെയുള്ളവർ LDF-ൽ തുടരും എന്നുള്ളതാണ് LDF-ന് കിട്ടുന്ന ഒരു ഉറപ്പ്. അതിന്റെ ഭാഗമായി മുന്നോട്ട് പോകാനാണ് പാർട്ടിയും മുന്നണി നേതൃത്വവും ആലോചിക്കുന്നത്. വിനീത, ശരി.